അൽഹംദുലില്ലാ, മുഅ്മിനിന്റെ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ മുഹറം 1 അന്ന് ചൊല്ലാനുള്ള ദുആ, ആ ദുആ ഞാൻ നിങ്ങൾക്കൊന്ന് നമ്മുടെ സ്ക്രീനിൽ കാണിക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്റെ കൂടെ ഒന്ന് ചൊല്ലുകയും കൂടെ ചെയ്യാം. അപ്പൊ 1 അന്ന് മാത്രമല്ല, പരിശുദ്ധമായ മുഹറത്തിന്റെ ആ ഒരു തലേ ദിവസവും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദുആയാണ്. ഈ ദുആ ചൊല്ലൽ വളരെ മർമ്മപ്രധാനമാണ്. എല്ലാവരും എന്റെ കൂടെ വന്ന് ചൊല്ലുക. ഇതാര് ചൊല്ലിയാലും ഒരുപാട് മഹത്വങ്ങൾ അല്ലാഹു തആല നമുക്ക് തരും. എന്റെ കൂടെ എല്ലാവരും ചൊല്ലുക. മുഹറം 1 എന്നുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ്. എല്ലാവരും ചൊല്ലിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ അന്ത അബ്ദിയോ അൽ ഖദീം അൽ അവ്വലു വഅലാ ഫളിക അൽ അലീമി വകരീമി ജൂദിക അൽ മുഅവ്വലു വഹാദാ ആമുൻ ജദീദ് ഖദ് അഖ്ബൽ അസ്അലുക അൽ ഇസ്മത ഫീഹി മിനശ് ശൈത്താനി وأوليائه والعون على هذه النفس الأمارة بالسوء والاشتغال بما يقربني إليك زلفى يا ذا الجلال والإكرام. وصلى الله على خير خلقه സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. എല്ലാവരും നല്ല നിയ്യത്തോടുകൂടി, നല്ല മനസ്സോടുകൂടി 3 പ്രാവശ്യം ഇപ്പൊ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ച് നിങ്ങൾക്ക് ഒരു പക്ഷേ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറ്റും. നിങ്ങളുടെ മൊബൈലിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പൊ പിന്നെ നാളെ ചൊല്ലാലോ. അല്ലാഹു തആല കബൂലാക്കട്ടെ. അല്ലാഹുവേ, ഇത് ചൊല്ലിയവരെയൊക്കെ സ്വീകരിക്കണേ അല്ലാ. ഇതിനകത്ത് പറയുന്നുണ്ട് വഹാദാ ആമുൻ ജദീദ്, ഇത് പുതിയ ഒരു കൊല്ലമാണ്. ഖദ് അഖ്ബല, ഞങ്ങൾ നേരിടുന്ന ഒരു പുതിയ ഒരു കൊല്ലമാണ്. അതുകൊണ്ട് അസ്അലുക്കൽ ഇസ്മത ഫീഹി മിനശ് ശൈത്താൻ, എല്ലാവിധമായ ശൈത്താന്റെ ശർറുകളെ തൊട്ട്, പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണമെന്നുള്ള ആ ഒരു ദുആ എന്റെ സഹോദരങ്ങളെ നമ്മളെല്ലാരും കൂടെ ചൊല്ലിയ അൽഹംദുലില്ലാഹ്, അത് ജീവിതത്തിൽ ഏറ്റവും നല്ല മാറ്റമാണ്. ഈ ദുആ നമ്മളെല്ലാവരും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. അല്ലാഹു സന്തോഷം തരുമല്ലോ. അല്ലാഹു തആല ഖൈർ തരുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ ഇതങ്ങ് ചൊല്ലുക. പരിശുദ്ധമായ മുഹറം 1 ഇന്ന് ചൊല്ലാനുള്ള കുറച്ച് ദുആയുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വന്ന് ചൊല്ല്. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി ഇരുന്ന് കൊണ്ട് ചൊല്ലുന്ന മുഴുവൻ സഹോദരങ്ങളെയും ആ സഹോദരിമാരെയും നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. സന്തോഷം നിറച്ചു കൊടുക്കണേ അല്ലാ. ഖൈറായ വഴികളെ നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഈമാനിന്റെ മാധുര്യം നിറച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിലായി കഴിയാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ്. മാത്രവുമല്ല, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെല്ലാനുള്ള ഒരു ബൈത്തുണ്ട്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഖബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി. എല്ലാവരും
ഈ ദുആ ചൊല്ലി. ഇലാഹി, വളരെ അർത്ഥവത്തായിട്ടുള്ള ബൈത്ത്. എന്റെ റബ്ബേ, ലസ്തുലിൽ ഫിർദൗസി അഹ്ലാ, നിന്റെ ഫിർദൗസിലേക്ക് പോകാനുള്ള കഴിവെനിക്കില്ലല്ലോ റബ്ബേ. വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, നിന്റെ കത്തിയാളുന്ന നരകത്തിലേക്ക് പോകാനുള്ള കഴിവുമില്ല. അതുകൊണ്ട് ഫഹബിലി തൗബത്തൻ, അല്ലാഹുവേ നീ എനിക്ക് പെട്ടെന്ന് തൗബ ചെയ്യാനുള്ള മനസ്സ് തരണേ അല്ലാ. വഗ്ഫിറു ദുനൂബി, എന്റെ പാപങ്ങളൊക്കെ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ലാ. ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി, അല്ലാഹുവേ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പാപങ്ങൾ പൊറുക്കുന്നത് നീയാണല്ലോ തമ്പുരാനെ. അതുകൊണ്ട് പടച്ചവനെ, സകലമാന പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹുവിലേക്ക് ഈ 2 ദിവസങ്ങൾ ചോദിക്കുക. നമ്മുടെ ഖൽബിൽ അല്ലാഹു ഈമാൻ തരും, നമ്മുടെ മനസ്സിൽ അല്ലാഹു ഈമാൻ തരും, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്ക് നൽകും. അതുകൊണ്ട് നല്ല മനസ്സോടെ ചെല്ല്. മൂന്നാമതായി നമ്മൾ ഓതാനുള്ള സൂറത്തുണ്ട്, സൂറത്തുൻ നാസ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഏത് സിഹറും ബാത്തിലാകും, ഏത് സിഹറും ബാത്തിലാകും, എല്ലാം നഷ്ടപ്പെട്ടു പോകും. സിഹറൊക്കെ ബാത്തിലായി നന്മയിലൂടെ വരും. അല്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ബിസ്മി എഴുതണം. അപ്പൊ ചിലർ ചോദിക്കും, ഉസ്താദേ കഴിഞ്ഞ കൊല്ലം എഴുതിയത് ഞങ്ങളുടെ വീട്ടിലുണ്ട്, കഴിഞ്ഞ കൊല്ലം എഴുതി വെച്ച ബിസ്മി ഞങ്ങളുടെ വീട്ടിലുണ്ട്, പിന്നെ ഇനിയിപ്പോ എന്തിനാ വേറൊരു ബിസ്മി? ഇന്നലെ നിങ്ങൾ ചോറ് കഴിച്ചു ഉച്ചക്ക്, അതുകൊണ്ട് ഇന്ന് ഉച്ചക്ക് ചോറ് കഴിക്കണ്ടെന്നാണോ? ഇന്നലെ ളുഹർ നിസ്കരിച്ചു ഉച്ചക്ക്, ഇന്ന് ളുഹർ നിസ്കരിക്കണ്ട എന്നാണോ? ഇന്നലത്തെ ളുഹർ ഇല്ലേ? പറ്റൂല. അപ്പൊ അതുപോലെയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓരോ അക്ഷരങ്ങളായി നമ്മൾ എഴുതി വെക്കണം. എങ്ങനെ എഴുതണമെന്നുള്ള വീഡിയോ തരും. അതുപോലെ ആ ബിസ്മി ചൊല്ലിയിട്ട് എന്താണ് ദുആ ചെയ്യേണ്ട എന്നുള്ളതും ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് തരും. അല്ലാഹു തആല അതെല്ലാം നല്ലതുപോലെ കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു ഖൈറായ റഹ്മത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മളൊക്കെ നന്മകൾ ചെയ്തു നോക്ക്. നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹു നമുക്ക് നന്മകൾ തരും, അള്ളാഹു പ്രതിഫലം തരും, അള്ളാഹു സന്തോഷം തരും. അതുകൊണ്ട് ഇനിയുള്ള ഈ ദിവസങ്ങൾ ദുആക്ക് ഉത്തരമുള്ള ദിവസങ്ങളാണ്. ഈ ഉള്ള സമയങ്ങളും ദുആക്ക് ഉത്തരമുള്ള സമയങ്ങളാണ്. അള്ളാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ പാപങ്ങളെ പൊറുക്കണേ അല്ലാ. രോഗങ്ങളോ സങ്കടങ്ങളോ കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. നൊമ്പരങ്ങൾ കൊടുക്കല്ലേ അല്ലാ, വേദനകൾ കൊടുക്കല്ലേ അല്ലാ. ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസിൽ സംഗമിച്ച മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളെല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി വെക്കുന്ന ആ ഒരു തിരക്കിലും ആ ഒരു സന്തോഷത്തിലൊക്കെയാണ്. പരിശുദ്ധമായ പവിത്രമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ മുഹറത്തിൽ നമ്മൾ എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് നന്മകളുണ്ട്. എല്ലാവിധമായ ദാരിദ്ര്യങ്ങളിൽ നിന്നും എല്ലാവിധമായ സങ്കടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കരകയറ്റുമെന്നുള്ളതാണ്. നമ്മുടെ സ്ക്രീനിൽ അതെങ്ങനെ എഴുതണമെന്ന് നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് മാഞ്ഞു പോകുന്നത് കൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, എന്നിട്ട് എഴുതുക. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ദിക്ർ എഴുതിയതിനു ശേഷം അതുപോലെ അതിൽ ചൊല്ലാനുള്ള ആ ദുആയും ആദ്യം കുറച്ചു നേരം ഞാൻ വീഡിയോ ഇല്ലാതെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ദുആയും കൂടെ ചെല്ലാനാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെ ഉദ്ദിഷ്ടമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി തരും. അതിനുവേണ്ടി നിങ്ങൾ തന്നെ വന്ന് പരിശ്രമിച്ചാൽ
നിങ്ങൾ തന്നെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ദുആയാണ്. ഈ ദുആ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ചൊല്ലുക. അങ്ങനെ ചൊല്ലിയാൽ ജീവിതത്തിന്റെ ദാരിദ്ര്യങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി ബറക്കത്തുള്ള ജീവിതം അല്ലാഹു നമുക്ക് തരും. ബറക്കത്തുള്ള ഉന്മേഷം അല്ലാഹു നമുക്ക് തരും. ബറക്കത്തുള്ള ഈമാനികമായ ചിന്തകൾ അല്ലാഹു നമുക്ക് തരും. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പഠിക്കാനും മനസ്സിലാക്കാനുമാണ് പറയുന്നത്. ഒരുപാട് ഇൽമുകൾ ജീവിതത്തിലൂടെ പകർത്തിയെടുക്കാൻ വേണ്ടി മത്സര ബുദ്ധിയോടുകൂടി മുന്നോട്ട് വരുന്ന സഹോദരങ്ങളാണ്. എന്തെങ്കിലൊക്കെ ഒരു പിടിവള്ളി കിട്ടിയാൽ ആ ഒരു പിടിവള്ളിയിലൂടെ നന്മയിലൂടെ കടന്നു വരാൻ വേണ്ടി കൊതിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, ഇതൊരു അമൂല്യമായ ഒരു മുത്താണ്. അമൂല്യമായ ഒരു മുത്താണ്. ഈ ഒരു അമൂല്യമായ മുത്തിനെ നിങ്ങൾ നല്ലതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ, അത് എഴുതി വെക്കുകയും ചെയ്താൽ, ആ വീട്ടിൽ മാരകമായ രോഗങ്ങളോ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും അല്ലാഹു തരില്ല. അല്ലാഹു അവിടെ നന്മകൾ തരും. അല്ലാഹു പ്രയാസങ്ങളെ മാറ്റും, കണ്ണീരുകളെ അല്ലാഹു മാറ്റും, ഭാര്യയുടെ രോഗം അല്ലാഹു മാറ്റും, ഭർത്താവിന്റെ മാറ്റും, മക്കളുടെയൊക്കെ അല്ലാഹു മാറ്റി അല്ലാഹുവിന്റെ ഇസ്മ ബിസ്മില്ലാഹ് അർ-റഹ്മാൻ അർ-റഹീം, ഈ രണ്ട് ഇസ്മുകള് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇസ്മുകളാണ്. അർ-റഹ്മാൻ അർ-റഹീം. എത്രത്തോളം, എന്തിനേറെ, ഒരു ഗർഭിണിയായ അല്ലാഹുവേ, ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് മക്കളില്ല, ഞാൻ എന്ത് വേണം? അപ്പൊ പറഞ്ഞു കൊടുത്തു, മഹാനുഭാവൻ പറഞ്ഞു കൊടുത്തത് അർ-റഹ്മാനും അർ-റഹീം എന്നുള്ള അല്ലാഹുവിന്റെ ഇസ്മുകൾ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്തോ. അതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലിയിട്ട് നിങ്ങൾ ദുആ ചെയ്തോ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കും. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞപ്പോ അർ-റഹ്മാൻ അർ-റഹീം എന്നുള്ള ഇസ്മുകൾ ആവർത്തിച്ച് ചൊല്ലിയിട്ട് ആ പെണ്ണ് ദുആ രക്കുകയും ഭർത്താവിനോട് ചൊല്ലാൻ പറയുകയും ചെയ്തപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണിന് കുളിർമയുള്ള മക്കളെ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലാഹുവിന്റെ ഈ ഇസ്മുകൾ, അതിനൊരു പ്രതിഫലം കിട്ടുമെന്നുള്ള ചിന്തയോടുകൂടി ചെയ്യാം. ചില ആളുകളൊന്ന് ചെയ്തു നോക്കാം. ഈ ചെയ്തു നോക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല. നോക്കലല്ല, വിശ്വാസമാണ്. നമ്മൾ അങ്ങനെ ചെയ്താൽ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും അല്ലാഹു നമുക്ക് തരുമെന്നുള്ള ആ ഒരു അടിയുറച്ചൊരു വിശ്വാസം നിങ്ങളിൽ വരണം. ഞാനിങ്ങനെ എഴുതി വെച്ചാൽ എനിക്ക് അതിൽ അല്ലാഹു ബറക്കത്ത് തരും. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എളുപ്പമാക്കി തരും. ഈ ഒരു അടിയുറച്ചൊരു വിശ്വാസം നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം. നിങ്ങളുടെ നീയത്തുകളെ നിങ്ങളുടെ ഖൽബിൽ കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ദുആ, ചിലപ്പോ ഇത് മാത്രമല്ല, നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അതിന്റെ സ്ക്രീനെ കിട്ടും, ആ ദുആയുടെ ലിസ്റ്റ് കിട്ടിയാൽ അത് ചൊല്ലാൻ നിങ്ങൾ മറക്കണ്ട. ഇത് എഴുതി വെക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ക്രീനിൽ കാണിച്ചതുപോലെ ചെറിയ ഒരു ഇടവിട്ട് അങ്ങനെ ഓരോരുത്തരും എഴുതി വെക്കുക. നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ സ്ഥാപനങ്ങളിലും എവിടൊക്കെയാണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് അവിടൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു വിജയം തന്നെയാണ്. മക്കളുടെ പഠനത്തിനാണെങ്കിലും മറ്റുള്ള ആഗ്രഹങ്ങൾക്കാണെങ്കിലും ഏതൊക്കെ മേഖലകളിലൂടെ മുന്നോട്ട് വന്നാലും അവിടെ ഒക്കെ വിജയമാണ്, അവിടെ ഒക്കെ സന്തോഷമാണ്, അവിടെയൊക്കെ വല്ലാത്ത അനുഗ്രഹവും ഒരുപാട് സുഖലോലുപതയും അല്ലാഹു നമുക്ക് തരും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു ഈ പരിശുദ്ധമായ മുഹറത്തിൽ ഇതാരൊക്കെ എഴുതി സൂക്ഷിക്കുന്നോ അല്ലാഹു അവർക്കൊക്കെ റഹ്മത്തും ബറക്കത്തും കൊടുക്കട്ടെ. എല്ലാവരുടെ പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കട്ടെ. ജീവിതത്തിൽ അള്ളാന്റെ പൊരുത്തത്തോടുകൂടി കടക്കാനും അള്ളാഹുവിന്റെ പരിശുദ്ധമായ സന്തോഷത്തിന്റെ ദീനിന്റെ ആവിഷ്കാരങ്ങളിലൂടെ കടന്നു പോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കുടുംബത്തിൽ വിട പറഞ്ഞു പോയ നമ്മുടെ പലരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉപ്പമാരുമ്മമാർ, അല്ലാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അല്ലാഹു ഖൈറായ ജീവിതം അല്ലാഹു തആല കൊടുക്കട്ടെ. ഈമാനിന്റെ മാധുര്യം അല്ലാഹു എല്ലാവർക്കും നിറച്ചു കൊടുക്കട്ടെ. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും മറക്കാതെ എല്ലാവരുടെ ജീവിതത്തിലും കൊണ്ടുവരിക. അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാഹുവിന്റെ പൊരുത്തത്തിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തിലുമായി കഴിയുക. ഈ ദിക്റുകളൊക്കെ ചൊല്ലി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على رسولك سيدنا وحبيبنا ومولانا وهادينا وقرة أعيننا وثمرة فؤادنا ومصطفانا محمد صلى الله عليه وسلم. اللهم يسر أسيرنا وسهل أمورنا واقض حوائجنا وأد ديوننا واشف أمراضنا ونجنا من قوم الظالمين والحاسدين والنمامين والمغتابين يا رب العالمين. അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, കാരുണ്യവാനായ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളെയും നീ മാറ്റണേ അല്ലാഹ്. നൊമ്പരങ്ങളെ മാറ്റണേ അല്ലാ, ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ, ആബലാദികളും വേവലാദികളെല്ലാം നീ മാറ്റണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ അർശിന്റെ തണല് നൽകണേ അല്ലാ, നിന്റെ സ്വർഗം നൽകണേ അല്ലാ. പരിശുദ്ധമായ മുഹറത്തിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെക്കുകയാണല്ലോ റബ്ബേ. അല്ലാഹുവേ, പടച്ചോനെ, അല്ലാഹുവേ, അതിന്റെ പ്രതിഫലം കിട്ടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, കരുണക്കടലായ തമ്പുരാനെ, ഒരുപാട് ആളുകൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട് റബ്ബേ. എല്ലാവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വേദനകളെയെല്ലാം നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങളുള്ളവരുണ്ട് പടച്ചോനെ, അവരുടെ കടങ്ങൾ വീടാനുള്ള വഴികൾ കൊടുക്കണേ അല്ലാ. അവരുടെ സങ്കടങ്ങൾ വീടാനുള്ള വഴികൾ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ആണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ. അംഗവൈകല്യമില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വീടും സ്ഥലവുമാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, മുറാദ് ഹാസിലാകാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ പല പല ആഗ്രഹങ്ങൾ പറഞ്ഞ് കമന്റിലൂടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. ഉമ്മാക്ക് കാലുവേദനയാണ്, വല്ല വയറല്ലാഹുവേ വല്ലാത്ത പനിയാണെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, ആജിലായ ശിഫാ കൊടുക്കണേ അല്ലാ. മോനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ, പഠനത്തിൽ പുരോഗതി കിട്ടാൻ നീ കബൂലാക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, കടം പെട്ടെന്ന് വീടാൻ ദുആരക്കാൻ, വയറുവേദന മാറാൻ ദുആരക്കാൻ, ഈമാൻ സലാമത്താകാൻ ദുആ ചെയ്യാൻ, അനുസരണ ഉള്ളവരാകാൻ ദുആ ചെയ്യാൻ, എന്റെ മോനൊരു കുഞ്ഞുണ്ടാകാൻ ദുആ ചെയ്യാൻ, ഉമ്മാക്കും എനിക്കും ഉംറക്ക് പോകാൻ ദുആ ചെയ്യാൻ, ഭർത്താവിന്റെ ജോലിയിൽ ബറക്കത്തുണ്ടാകാൻ ദുആ ചെയ്യാൻ. അല്ലാഹുവേ, ബാപ്പാന്റെ കാലിന്റെ ഒരു മുറിയുണ്ട്, അത് മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബേ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാൻ പറഞ്ഞവർ കമന്റിലൂടെ ആരൊക്കെ എന്തൊക്കെ ഇട്ടോ അത് മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.